അപ്പോൾ വളരെ പ്രഗത്ഭരായ വ്യക്തികൾ വളരെ പ്രാഗൽഭ്യത്തോടെയുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് പിന്നെ കോർഡിനേറ്റർ പറഞ്ഞതുപോലെ എല്ലാവരും ഇപ്പോൾ ഒരു വണ്ടി സെക്കൻഡ് ബെല്ലടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വിട്ടാൽ ഓടും. അങ്ങനെയാണ് വിട്ടാൽ ഓടുന്നവരുടെ മുമ്പിൽ നമ്മളൊരു പ്രതിബന്ധമായി നിൽക്കരുത്. ഞാൻ അവിടെ ഇരുന്ന് ഈ ക്ലാസ്സുകൾ കേൾക്കുക. ഞാൻ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നൊരാളാണ്. അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി നമുക്ക് നടപ്പിലാക്കാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അത് കുഴപ്പം നിയമത്തിന്റെ ആണോ നമ്മുടെ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആണ് എന്ന് പറയേണ്ടി വരും. ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് ഇന്നിപ്പോൾ അത് പറ്റില്ല. ഹൗ ടു വിൻ എൻ എലക്ഷൻ, ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കാം. അതിനനുബന്ധമായൊരു ചോദ്യം കൂടിയുണ്ട്, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാളെ എങ്ങനെ ജയിപ്പിക്കാം. ഇതിന് 10 സ്ട്രാറ്റജിയും 10 അടവുകൾ എന്ന് മറ്റേ അടവല്ല കേട്ടോ. മറ്റടവുണ്ട്, അത് 18ാമത്തെ അടവാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിലാരെങ്കിലും സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഒന്ന് കൈ ഉയർത്തിയ ഒരാൾ, 2 ആൾ, 3 ആൾ, 4 ആൾ, 5. വെരി ഗുഡ്. ബാക്കി എല്ലാവരും സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ആണെങ്കിലൊന്ന് കൈ ഉയർത്താവോ? ഞാൻ നിൽക്കുന്നില്ല, പക്ഷെ നിൽക്കുന്ന ആളുകളെ ജയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ എല്ലാവരും വേണം. എല്ലാവർക്കും ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ഈ നവംബറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ കൊല്ലം നവംബറിൽ തെരഞ്ഞെടുപ്പ് വരും. അന്നും നമ്മൾ ജീവിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ തന്നെ ആളുകളെ തെരഞ്ഞെടുത്ത് ജയിപ്പിക്കാൻ നോക്കണ്ട. തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിർത്തി ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് പറയുന്നത്. ഒന്ന്, അയാള് നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ നിങ്ങളെ കാണുന്നത് ഈ ഡ്രസ്സിലാണ് അല്ലേ? തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ ഈ പാവം സ്ഥാനാർത്ഥി എന്ത് ചോദിച്ചാല് ഭയങ്കര വെള്ള ഒരു ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ മേത്ത് തട്ടിയാൽ നമ്മുടെ അല്ല ഒരഞ്ഞ് ആശുപത്രി പോകേണ്ടി വരും. അതുപോലെ സ്റ്റാർട്ട് ആ വാക്കാണ് എനിക്ക് ആ വാക്ക് അറിയാത്തതോട് ഞാൻ അങ്ങനെ ഒരു നടപടിയിലേക്ക് ദയവായി ഒരു സ്ഥാനാർത്ഥി പോകരുത്. ഒരു സ്ഥാനാർത്ഥിയാകുന്ന ആളുടെ ബിഹേവിയർ പാറ്റേണിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രസ് കോഡാണ്. അവനവിടുത്തെ പ്രമാണിയൊന്നുമല്ലോ, സ്ഥാനാർത്ഥിയല്ലേ. അവൻ ഇന്നലെ വരിയിട്ട് ഷർട്ടും മുണ്ടും ഏതാ ആ നിറത്തിലും ആ കോലത്തിലും ഇട്ടാ പോരെ. ആരും മിണ്ടുന്നില്ല ഞങ്ങളാരും. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള 2ാമത്തെ സങ്കല്പം, അവരെ അഭിനയിക്കരുത്. അപ്പൊ തോറ്റു. എപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തോ അന്ന് നിങ്ങൾ തോറ്റു. ഞാനിത് പറയണത് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ, അയാൾ കോൺഗ്രസിന്റെ DCC സെക്രട്ടറി, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയാണ്. അയാളുടെ ബൂത്തിൽ 2 വോട്ടെങ്കിലും കൂടുതൽ മേടിച്ചില്ലെങ്കിൽ നീ ജയിച്ചതായി കണക്കാക്കില്ല എന്ന് എൻ്റെ പാർട്ടി സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി എന്നെ സ്വകാര്യമായിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വാശി, 2 വോട്ട് കൂടുതൽ അയാളെക്കാൾ മേടിക്കണം. ആരുടെ വാർഡിൽ മേടിക്കണം? എൻ്റെ വാർഡിലല്ല, അയാളുടെ വാർഡിൽ മേടിക്കണം. അപ്പൊ ഞാനപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും ഫീൽഡിൽ ഇറങ്ങാൻ പറ്റില്ല, കാരണം മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പാടും. അപ്പൊ ഞാൻ കണ്ടെത്തിയ ഒറ്റ മാർഗം, ഞാൻ വെള്ളം കൊണ്ടാണ് എടുക്കാറ്. ഇത്ര വെളുപ്പുണ്ടാവാറില്ല സാധാരണ.
ഇത് ഇത്രയും വെളുത്തത് ഒന്നുകിൽ എൻ്റെ വേലക്കാരിക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള ദേഷ്യം ഈ ഇതിൻ്റെ മെഷീനിൽ, അതുകൊണ്ട് ആയിരിക്കും ഇത്ര വെളുപ്പ്. വെളുപ്പ് ഇത്ര വെളുപ്പൊന്നും വേണ്ട, നിങ്ങൾക്കുള്ള ഡ്രസ് പാറ്റേണിൽ ഇറങ്ങണമെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒന്നാം. 2, ഞാൻ ഈ പണി നിർത്തി. ഉണ്ടായില്ലേ? 3, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാഷ്ട്രീയം പറയില്ല. ഏത് രാഷ്ട്രീയം? കക്ഷി രാഷ്ട്രീയം. ഒരാളോടും ആ തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണി തീർന്നു. ഒരു പക്ഷെ നമ്മൾ ജയിക്കും, ഒരു പക്ഷെ നമ്മൾ തോൽക്കും. ആ കൊച്ചുമോൻ പറഞ്ഞ പോലെ എല്ലാവരും എല്ലായ്പ്പോഴും ജയിക്കണമെന്നില്ലല്ലോ. അങ്ങനെ നിൽക്കണം നമ്മൾ. രാഷ്ട്രീയം പറയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രാഷ്ട്രീയം നിങ്ങൾ എപ്പോൾ പറഞ്ഞോ അപ്പുറത്ത് രാഷ്ട്രീയം പറയാൻ വേറെ ആളുകളുണ്ട്. അപ്പൊ ഒരു വൈരാഗ്യ വാശിയിൽ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം കലങ്ങി പോകും. ഒരു തെളിമയുള്ള അന്തരീക്ഷം കിട്ടില്ല. 4ാമത്തെ കാര്യം, നിങ്ങളുടെ വാർഡിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് ശത്രുത ഉണ്ടെങ്കിൽ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ശത്രുത പറഞ്ഞ് അവസാനിപ്പിക്കണം. 2 കാര്യത്തിനാണ്. ഒന്ന്, അവന്റെ പക്ഷം നമുക്ക് കിട്ടാം. മറ്റൊന്ന്, അവന്റെ അതിരൂക്ഷമായ വായ അടപ്പിക്കാൻ. അവന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു പ്രിക്ക് വരും, ഒരു കടി വരും. എന്നാലും ബിരിയാണി ഒന്നും പറഞ്ഞതല്ലേ എന്നുള്ള ഒരു ചെറിയൊരു വിഷമം വരും. ഇനി പറയുന്ന ട്രിക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ആ നാട്ടിലെ തെണ്ടികൾ എന്ന് നാട്ടുകാർ പറയുന്ന ആളുകളെ നമ്മൾ പരസ്യമായി കാണും. എനിക്കൊക്കെ അങ്ങനെ 10-40 വോട്ട് കിട്ടിയ ആളാണ്. ഞാൻ അവിടുത്തെ ഗുണ്ടകളുടെ ലിസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എടുത്തു. അവര് പോണ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. അവിടെ പോയി ഞാൻ അവരെ കണ്ടു. ഹായ്, ധാരത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ കാണാമെന്നാണ്. അതെ, എൻ്റെ ആളുകളേട്ടാ, നീ അളവ് വെട്ടിച്ച് കൊടുക്കരുത്. എന്ത് താറാമുട്ട കഴിക്കുന്ന കോഴിമുട്ടയല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഐ മെയ്ഡ് ദം ഫ്രണ്ട്സ്. അന്നേക്ക് നീ എന്താ വേണ്ടേ? പൈസയുടെ കുറവുണ്ടോ? എവിടെയെങ്കിലും തല്ലാൻ പോണോ? ഞാൻ പറഞ്ഞത് ഒന്നും വേണ്ട, നിങ്ങളുടെ സ്നേഹം മതി. അവരോട് തല്ലാൻ പറഞ്ഞാൽ പെട്ടെന്നല്ലോ, സ്നേഹം മതി. അപ്പോ നമ്മൾ അവിടുത്തെ സമൂഹം തെണ്ടികളാണ് എന്ന് വിധി എഴുതിയ ആളുകളെ എന്ത് ചെയ്യണം? ബിഫ്രണ്ട് ചെയ്യണം. അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് ബിഫ്രണ്ട്. അവൻ എൻ്റെ കൂടെ ഉണ്ടാകണം. 5ാമത്തെ കാര്യം, അല്ല 6ാമത്തെ കാര്യം, NRIക്കാര് വീടുകളുണ്ടാവും, അവർക്ക് വോട്ടുണ്ടാവില്ല. ആ NRIക്കാരുടെ വീടുകളിൽ പോയി പഞ്ചായത്ത് ഇലക്ഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൾക്കൂട്ടത്തിന് പ്രസക്തിയില്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണേ. ആൾക്കൂട്ടത്തിന് പ്രസക്തിയില്ല. ഇല്ല എന്ന് മാത്രമല്ല, 2-3 പൂവോ ഒരു ചെടിച്ചെട്ടോ തട്ടി മറിച്ചുള്ള വോട്ട് കൂടി നമുക്ക് അവിടുത്തെ 2-3 വോട്ട് കിട്ടേണ്ടതാണ്. അത് ഈ ചെടിച്ചട്ടി മറിച്ചിട്ടിട്ട് അത് ഈ പ്രത്യേകിച്ച് ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ വരും. അപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ചില തൃക്കണ്ണന്മാരുണ്ട്. അവരുടെ നോട്ടം കണ്ടാൽ മനസ്സിലാവും ഇവൻ. ഇപ്പോഴത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞു ഇവൻ മാങ്കൂട്ടത്തിലാണെന്നാണ്. അത് ചേച്ചിമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ജനക്കൂട്ടത്തെ കാണിക്കാനല്ല നിങ്ങൾ സ്ഥാനാർത്ഥിയെ, വോട്ട് മേടിക്കാനാണ്. അപ്പോ വളരെ പേഴ്സണൽ വിസിറ്റ് ആയിരിക്കണം. പഴയ സമയത്ത് പാടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അതൊരു വലിയൊരു കാര്യമാണ്. ആരും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണ്ടെന്നേ. ഇത് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയണം. ഞാനീ പറഞ്ഞ ഓരോ കാറ്റഗറിയിലും 20 വോട്ട് വീഴുന്ന ഇടയിലുണ്ടാവും. തെണ്ടികളുടെ വോട്ട് എനിക്ക് എത്രയുണ്ട് എന്ന് ഞാൻ എഴുതി വെക്കണം. 4 തെണ്ടീനെ കണ്ടു. അപ്പോൾ അവൻ്റെ വീട്ടിൽ 3 വോട്ട്. ആ 3 വോട്ട് ഞാൻ എങ്ങനെ മനസ്സിലാക്കണം എന്നറിയോ? എൻ്റെ കയ്യിൽ ആ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ എൻ്റെ കയ്യിൽ ബൈബിളും ഗീതയും എൻ്റെ വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടികയാണ് എൻ്റെ പ്രാർത്ഥന. ആ വോട്ടർ പട്ടികയാണ് എൻ്റെ
മൂലധനം, ആധാരം. എന്നിട്ട് പാർട്ടിക്കാർക്കൊക്കെ അവരുടെ വോട്ടർ പട്ടിക അത് ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ വോട്ടർ പട്ടിക തന്നെ നമ്മൾ കാണേണ്ട ആളുകളെ ക്രമമായി എഴുതി അവര് അടുത്ത് നമ്മൾ പോകും. ഇനിയുള്ളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളോട് വിഷമം വിചാരിക്കരുത്, കാശ് പിരിക്കരുത്. രണ്ടും കൂടി ചോദിക്കരുത് ഒരാളോട്. കാശും വോട്ടും, നോട്ടും വോട്ടും. അപ്പൊ അവൻ നേരത്തെ പറഞ്ഞ പോടാത്തായ നിന്നിട്ട് വിളിക്കും. നോട്ടിന്റെ കാര്യം നോക്കാനാണ് പാർട്ടിക്കാർ പിടിച്ചോ നോട്ട്. നമ്മുടെ കാര്യം എന്താ? നമ്മളൊരു ശല്യം ദേവരുണ്ട് ഭണ്ഡാര എന്ന് പറയിപ്പിക്കരുത്. ഒരാൾക്കും നമ്മളോട് ഒരു ചെറിയ വിഷമം പോലും ഉണ്ടാവരുത്. 5, എല്ലാ നാട്ടിലും ചായക്കട ഉണ്ടാവും ഇല്ലേ? 2 കടയുണ്ട്. ചായയിൽ ഒഴിച്ച് ഒഴിക്കുന്ന കടയുണ്ട്, ചായക്കടയുണ്ട്. അത് ഒഴിച്ച് ഒഴിക്കുന്ന കടയിൽ ആ ഒരു മാസം പോവാണ്ടിരിക്കാൻ നല്ലതിട്ടാണ്. അപ്പൊ അല്ല, ചിലർ പോയി പോകും, സാരല്ല, എന്നാലും പോവാണ്ടിരിക്കാൻ നോക്കുക. ചായക്കടയിൽ പോയി എന്താണെന്ന് അവിടെ പോയിട്ട് നമ്മൾ വെറുതെ വർത്താനൊന്നും ആളുകളോട് പറയണ്ട, ആക്ഷൻ ഒന്നും കാണിക്കണ്ട. ഒരു ചായ എടുക്കും, പക്ഷേ ചായ നമ്മളെ വിടുന്നു, സുഖമല്ലേ? അതെ, നമ്മൾ അവിടെ യാതൊരു സംഭവത്തിനും ഇല്ല. നമ്മുടെ പ്രസൻസ് ഇംപ്രസ് ചെയ്യണം. അത് തന്നെ റേഷൻ കട ഈ ആഴ്ച നല്ല രീതിയാണല്ലോ. പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടാവുന്നു ഇപ്പം എല്ലാ സ്ഥലത്തും. പുതിയ സംവിധാനം അനുസരിച്ച് എവിടെ ഉണ്ടാവും ഹെൽത്ത് സെന്ററുകൾ വന്നാണ്. അവിടെ നമ്മൾ പോകും. ഇപ്പം എത്ര സ്ഥലമായി ഞാൻ പറഞ്ഞു? എത്ര വോട്ടായി ഇപ്പോൾ? ഒരു കാറ്റഗറിയിൽ എത്ര വോട്ട് കിട്ടണം? 20 വോട്ട് ഒരു കാറ്റഗറിയിൽ നിന്ന് കിട്ടണം. ആ 20 വോട്ടിന് ശ്രമിച്ചാലാണ്. ഇപ്പൊ നമ്മുടെ 160 വോട്ടിന് നമ്മുടെ അല്ലാണ്ട് അയ്മനം സിദ്ധാർത്ഥനല്ല. അയ്മനം സിദ്ധാർത്ഥന മനസ്സിലായ ഇന്ത്യൻ പ്രണയകഥയുടെ നായകൻ പറഞ്ഞ അവർക്ക് മനസ്സിലാവുന്നവർക്ക് മനസ്സിലായി. പിന്നെ പോണ്ടത് എഴുന്നേക്കാൻ വയ്യാത്ത ആൾക്ക്, 70 വയസ്സിന് മുകളിലുള്ള. അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ വോട്ട് പെട്ടി അവരുടെ അടുത്തേക്ക് വരും. അങ്ങനെ 120 പേര് വോട്ട് പെട്ടി അവരുടെ അടുത്തേക്ക് വരുന്ന വോട്ടർമാരുണ്ട് നിങ്ങളുടെ. സംഗതി അവർ കിടക്കണം മുറിക്കോ അത്ര വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ 1-നും 2-നൊക്കെ പോയിട്ടുണ്ടാവും. വോട്ടാണേ ആ കിടക്കുന്നത്. 1-നും 2-നും പോകുന്നത് നമുക്ക് എന്താ വിരോധം? അതൊരു ഓട്ട. എന്നാലും എൻ്റെ അമ്മേനെ കാണാൻ വന്നല്ലോ നേതാവ് സഖാവ്, വോട്ട് 2ആയി. എന്നുവെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് എന്നെ അറിയിച്ചാൽ മതി. ജയം തോൽവിയൊക്കെ ഇരിക്കട്ടെ, നമ്മളും മനുഷ്യരല്ലേ. ഞാനുണ്ട്. പറ്റിക്കരുതിട്ടാണ് പറ്റിച്ചുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് മുഴുവൻ ഉണ്ടാവുന്നത്. അവരെ നമ്മൾ വിളിക്കുന്നത് വയോജനങ്ങൾ എന്നാണ്. അവർക്ക് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് സ്കീം ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാനൊക്കെ ചാവാൻ പോണു എന്ന് പറഞ്ഞപ്പോൾ അറിഞ്ഞാണ്. 5 ലക്ഷം രൂപ വരെ അവർക്ക് സൗജന്യ ചികിത്സ. അതൊരു കാർഡുണ്ട്. ആ കാർഡ് വെറുതെ ഇതുപോലൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുത്ത് കാർഡ് വഴിയാണ്. വയോവന്ദന പെൻഷൻ പദ്ധതി എന്നാണ്. അതിൻ്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിരോധമുള്ളൊരു പേരുണ്ട്, പ്രധാനമന്ത്രി. കോൺഗ്രസ്സുകാർക്കും ഉണ്ട് പേര്. പക്ഷെ 5 ലക്ഷം രൂപ കിട്ടും. ഈ സ്കീമിൽ ഈ അമ്മാമേനെ ഈ അപ്പാപ്പനെ ചേർക്കണം. അപ്പൊ അവിടുന്ന് 5 വോട്ട് കിട്ടും. കാരണം എന്താ അറിയോ? ഇതിന്റെ ആശുപത്രി ചെലവ് നീ നോക്കണ്ടല്ലോ, എന്റെ പോനെ നിനക്ക് പുണ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പ്രാർത്ഥന. ഇപ്പൊ ഞാൻ 9 കാറ്റഗറി പറഞ്ഞു. ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ
ഇങ്ങനെ ഒരു കാറ്റഗറിക്ക് പോണം എന്ന് ഇപ്പൊ തോന്നണവര് ഒന്ന് കൈ ഉയർത്തി. ഇപ്പൊ തോന്നണവര് ദൈവമേ ആ ചേട്ടനൊക്കെ ജയിച്ച് പ്രസിഡന്റ് ആവല്ലോ ഭർത്താവ്. 2 കൈ ഉയർത്തി വോട്ട് കൂടുതൽ കിട്ടാനായിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാനത്തെ കാര്യം ഞാൻ കൂട്ടം പറഞ്ഞു, ചായയില് രാവ് ഒഴിക്കരുത്. ചായയില് പാടില്ല എന്ന് പറയുന്നില്ല, അപ്പൊ ഒഴിക്കണ്ട. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ആളുകളെ അത് കൂടുതൽ കൊടുത്ത് തല്ലുണ്ടാക്കിക്കരുത്. ഒറ്റ പോസ്റ്ററും ആ ചുമരുകാരന്റെ അനുവാദമില്ലാതെ നമ്മൾ പതിക്കരുത്. ഇനി അഥവാ പതിച്ചാൽ പരസ്യമായി ചകിരി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മളത് നമ്മളെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി അത് ഉറച്ചു കളയും. ഇത് പറയും, ചേട്ടാ ഞങ്ങളുടെ പിള്ളേർക്ക് പറ്റിയൊരു പ്രശ്നമാണ്, ഞാൻ അതിന് പരിഹാരം. അയ്യോ നീ എന്തിനാ അത് ഉറച്ച്? അല്ല എന്നാലും അത് എനിക്കത് കാണുമ്പോൾ ഒരു സങ്കടമല്ലേ? ഷൂറല്ലേ? കാരണം അയാളുടെ ഭാര്യയും ചീത്ത പറഞ്ഞിട്ടുണ്ടോ, നീ എവിടെ, ഞാൻ എപ്പോഴും സീരിയൽ കാണരുത് നോക്കിയ ചോദിക്കുന്നത്. പിന്നെ വരുന്നതൊന്നും നമ്മുടെ മലയാള അക്ഷരങ്ങള് നിഘണ്ടുവില്ല. അതാ ചേട്ടനും ചേച്ചിക്ക് മാത്രം അറിയുന്ന. മതിലാണോ ദേശാണോ എന്ന് അറിയില്ല പെണ്ണിന്റെ മറുപടി. പിന്നെ അവസാനം സ്ഥാനാർത്ഥിയോട് ഞാൻ ഒരു കാര്യം പറയാം. ഏതെങ്കിലും തരത്തിൽ കുടുംബ വഴക്കുകൾ ഉണ്ടെങ്കിൽ, അതിപ്പോ എൻ്റെ വീട്ടും പേര് പുല്ലോക്കാരൻ എന്ന് വിചാരിക്കുക, എൻ്റെ വാർഡിൽ ഒരു 5 പുല്ലോക്കാരന്മാർ കുടുംബമുണ്ടെന്ന് വെക്കുക. പപ്പടം വളഞ്ഞു എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു വല്യപ്പനുണ്ട്. പപ്പടത്തിന്റെ സൈഡ് പൊട്ടി, അതുകൊണ്ട് വല്യപ്പം പോയി. ആ വല്യപ്പനായിട്ട് പിന്നെ ബന്ധമല്ലേ നമുക്ക്. നമ്മുടെ ബന്ധങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതുക്കി പണിതിരിക്കണം. അതൊരു ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും ഒരു അഗാധ സൗഹൃദത്തിൻ്റെയും മോഡലാക്കി വയ്ക്കും. ഇനി ഞാൻ പറഞ്ഞു തരില്ല, കാരണം അറിയൂ, ഇത്ര അധികം വോട്ടിന് NCPക്കാർ ജയിക്കണ്ട. ഒരു ലെവലും ഉണ്ട് നോക്കില്ലേ. ഇപ്പൊ ജയിക്കാനുള്ളതായിട്ടുണ്ട്. ഇതൊന്നും ഒരു ക്ലാസ്സിൽ സംഗതി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹൗ ടു വിൻ ആൻ ഇലക്ഷൻ, എങ്ങനെ ഒരു ഇലക്ഷൻ ജയിക്കണം. പക്ഷെ ഞാൻ ആ പുസ്തകം എഴുതിയതുകൊണ്ടൊന്നും ഇത് പറയണതല്ല. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ജയിച്ചപ്പോൾ ഞാൻ സ്വീകരിച്ച നടപടികളും സ്ട്രാറ്റജീസ്, അടവുകളുമാണ്. 18ാമത്തെ അടവല്ല, അടവുകളുടെ നിലപാടുകളാണ്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ എപ്പോഴും നല്ലൊരു പ്രവർത്തകനാകണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ എത്ര മെമ്പർമാർ NCPക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾ മെമ്പറാണ്. ഒന്നൂർ ജില്ലാ പഞ്ചായത്ത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് ഗ്രാമപഞ്ചായത്തിലാണ്. പിന്നെ ഇടത്തട്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത്, ഗ്രാമസഭ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളാ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ വർക്കറാവും. ഈ രാഷ്ട്രീയക്കാരോടുള്ള വെറുപ്പ്, ഇപ്പൊ വെറുപ്പുണ്ടോ ഇല്ലയോ? പുച്ഛാണ്, വെറുപ്പൊന്നുമല്ല. അയ്മനം ചില്ലർ ഇതുകൊണ്ടാണ് എനിക്ക് ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സെക്രട്ടറി ഞാൻ ചിരിക്കില്ല കേട്ടോ. കാരണം തലവേദനെടുക്കാന്ന് ഒരു ദിവസം ചിരിച്ചിട്ട് നമ്മുടെ ഈ മുഖത്തെ ഫേഷ്യൽ സിസ്റ്റം തകരാറിലാവല്ലേ. ഈ വക്കീൽ ചിരിക്കണ പോലെ വെറുതെ ഒന്ന് പുഞ്ചിരിച്ച പോലെ ഒരു സ്മൈൽ. സുസ്മേരവതനായ സ്ഥാനാർത്ഥി. ഞാനൊക്കെ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഇതിനേക്കാൾ കറുപ്പായിരുന്നു അന്ന് ഈ സാരി വെളുക്കാത്തതുകൊണ്ട്.
പക്ഷെ എന്നാലും ആളുകൾ ഈ വോട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഹൗ ടു വിൻ ആൻ എലക്ഷൻ എന്നുള്ള എൻ്റെ പുസ്തകം മാറ്റിവെച്ച് പുതിയ തീസിസ്, ആ തീസിസാണ് ഇപ്പോൾ ഞാൻ പ്രയോഗിച്ചത്. ഞാൻ ഈ 10 പറഞ്ഞു നിർത്തണമെന്ന് പറയും. ഇപ്പൊ തന്നെ വോട്ട് 200ആയി. അതെ 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 ഒരു സ്പേസ്, ജനാധിപത്യ സ്പേസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ആ നാട്ടിലെ വേണ്ടപ്പെട്ട ഒരു പൊതുപ്രവർത്തനം തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒരു ബദൽ രാഷ്ട്രീയക്കാരനെ ഒഴിവാക്കിയെടുക്കുക. പിന്നെ നിങ്ങളുടെ ഷർട്ട്, മുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബ്രാൻഡഡ് ആവരുത്. കള്ളിപ്പുള്ളിയൊക്കെ ആയി ബ്രാൻഡഡ് ആവരുത്. കാല് പൊട്ടില്ല എങ്കിൽ സാധാരണ ചെരുപ്പ് മതി. ചിലർക്ക് കാല് പൊട്ടും, അവര് സാധാരണ ഇതൊക്കെ സാധാരണ. ഇതിൻ്റെയൊക്കെ 18 ഇരട്ടി വിലയുള്ള സാധനങ്ങൾ മേടിക്കാൻ കിട്ടുമ്പോൾ മാർക്കറ്റിൽ അതൊക്കെ ആളുകൾ നോക്കും. 2 പേന കുത്തരുത്. ചില ആൾക്കാർ കുറച്ച് ഗമ കാണിക്കാൻ വേണ്ടി ഒരു ഗോൾഡൻ പേനയും കൂടി കുത്തും. നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ സിസ്റ്റം ഓഫ് എക്സ്പ്രഷനും സിസ്റ്റം ഓഫ് ലൈഫും എപ്പോഴും ആളുകൾ ഒബ്സർവ് ചെയ്യും. നമ്മൾ എപ്പോഴും ഒരു നിരീക്ഷണ ക്യാമറയിലാണ് എന്ന ചിന്ത വേണം. ആർക്ക്? സ്ഥാനാർത്ഥിക്കും ജയിപ്പിക്കും. എപ്പോഴും നമുക്ക് അമേരിക്കൻ സിഐയും റഷ്യൻ ചാരസംഘടനയായ KGBയും ഒരുമിച്ച് ചേർന്നതാണ് നമ്മുടെ ഭാര്യ. അതത്രയും നിരീക്ഷണ ശക്തിയുണ്ട്. സാധിച്ചിരിക്കണം. ഞാൻ സത്യമായിട്ട് പറഞ്ഞേണ്ട. അതുകൊണ്ട് അവരെ നല്ല പാതി എന്നാണ് വിളിക്കുന്നത്. അതെ, അവർക്ക് നമുക്ക് അവരോട് ആ കാലഘട്ടത്തിൽ നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ വില 30 വോട്ടിനും 50 വോട്ടിനും ഇടയ്ക്കാണ്. അവർക്ക് അവരുടേതായ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, ഭാര്യയായിട്ടുള്ള പ്രോബ്ലം ആദ്യം. ഇനി ഇയാളുടെ നമുക്ക് അതിന്റെ കൂടി വിനീതനാവും. മീശയ്ക്ക് ഇങ്ങനെ താഴ്ത്തുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ കുടുംബസമാധാനത്തോടെ നമ്മൾ ജയിക്കും. നിങ്ങൾ ഇതിനാഗ്രഹം ഉള്ളിലുണ്ടായാൽ ഈ ആഗ്രഹം തന്നെ നമുക്ക് കഴിവ് തന്നുകൊണ്ടിരിക്കും. ഒരു മനുഷ്യന് 2 ഭാഗമുണ്ട്. ഒന്ന് ഔട്ടർ മാൻ, ഒന്ന് ഇന്നർ മാൻ. ഈ ഇന്നർ മാനാണ് ഈ ഔട്ടർ മാനെ ഷേപ്പ് ചെയ്യണം. അപ്പൊ ഈ ഇന്നർ മാൻ എപ്പോഴും സ്നേഹത്തിലാണെങ്കിൽ, സ്നേഹത്തിന്റെ ഒരു അവസ്ഥയിലാണ് ഈ ഇന്നർ മാൻ എങ്കിൽ, ഈ ഇന്നർ മാൻ എപ്പോഴും ഈ ഔട്ടർ മാന് അവന്റെ കണ്ണിന്, കാതിന്, കരങ്ങൾക്ക്, കാലുകൾക്ക്, മൊഴിക്ക്, നോട്ടത്തിന്, ഇടപെടലുകൾക്ക് ഒക്കെ ഈ സ്നേഹത്തിന്റെ ആന്തരിക ശക്തി വന്നുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ ഇന്നർ മാൻ, ആന്തരിക മനുഷ്യൻ എന്ന് മലയാളത്തിൽ വിളിച്ചാൽ എപ്പോഴും ഒരു ആന്തരിക മനുഷ്യൻ നിങ്ങളെ നിയന്ത്രിക്കണം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. ഇനി ഞാൻ നിർത്തുകയാണ്. ചെറിയ കാര്യം പറയാൻ എനിക്ക് അവസരം തന്ന മമ്മൂട്ടിനെ കാണാനില്ല. ഇതിന്റെ സംഘാടകർ, ആ സംഘാടകർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ 10 അടവുകൾ നിങ്ങളെ പ്രയോഗിച്ച് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.